രോഗങ്ങൾ വന്നതിനു ശേഷം വൈദ്യശാലകളിലേക്കും ആശുപത്രികളിലേക്കും ഓടുന്നതിനു പകരം രോഗം വരാതെ സൂക്ഷിക്കാനാണ് ആയുർവേദം പറയുന്നത്. ഭക്ഷണത്തിന്റെ നിയന്ത്രണത്തിലൂടെ സുഖമായ ജീവിതം ഉറപ്പാക്കാം. അന്തസ്സിനു ചേർന്നതല്ല കഞ്ഞി എന്ന ഭക്ഷണമെന്ന് കരുതി അതിനെ ഒഴിവാക്കിയിരുന്നവർ ഇന്ന് പക്ഷേ പലതരം കഞ്ഞികൾ ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യപ്പെടുന്നത് നല്ല ഒരു മാറ്റമായി കണക്കാക്കാം. ആഹാരത്തിൽ ഓരോ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ രോഗം വരുന്ന അവസ്ഥയിലും ആഹാരം കഴിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. സാധാരണ ഒരാളുടെ ലൈഫിലും ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ രോഗാവസ്ഥയിൽ നമ്മൾ കഴിയുന്നത്ര കട്ടി കുറഞ്ഞ ആഹാരം, നമുക്ക് ദഹിക്കാൻ പ്രയാസം കുറഞ്ഞ ആഹാരമാണ് നല്ലത്. ദഹനത്തിന് ഇപ്പോൾ നെയ്യ് ചേർന്നത്, വറുത്ത സാധനങ്ങൾ, തൈരൊക്കെ ചേർത്ത് ഉപ്പൊക്കെ കഴിച്ച് നല്ല കൊശിയായിട്ട് കഴിക്കുന്ന ആ രീതി, അതൊക്കെ ശരിക്കും ദഹനത്തെ കുറയ്ക്കുന്നതാണ്. രോഗം വരുമ്പോൾ പഥ്യം എന്ന് പഴയ കാലത്ത് പറയുന്നുണ്ട്. പഥ്യം എന്ന് പറയുന്നത് ശരിക്കും ആ ഔഷധങ്ങൾക്ക് ഇന്ന ഔഷധം കഴിക്കുമ്പോൾ ഇന്ന പഥ്യം വേണം എന്നല്ല. ഓരോ രോഗം വരുമ്പോഴും ആ രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ആഹാരത്തിൽ മാറ്റം വരും. രോഗാവസ്ഥകളിൽ കഞ്ഞി കഴിക്കാൻ വൈദ്യന്മാർ നിർദ്ദേശിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ പഴയ കാലത്തെ നാം തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആഹാരത്തിൽ ഘനമുള്ള ആഹാരം, അതായത് മണ്ടം, പേയം, വിലേവി, ഓദനം എന്ന് പറഞ്ഞാൽ ചോറ്. മണ്ടം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മണ്ടം. പേയം എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളം. വിലേവി എന്ന് പറയുമ്പോൾ കഞ്ഞിയാണ്. ശരിക്കും കുറച്ച് വറ്റും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ഭാഗമാണ് കഞ്ഞിവെള്ളം, അത് വിലേവി എന്ന് പറയുന്നത്. പിന്നെ ഓദനം, ചോറ്. ഇങ്ങനെ ഇതിനെ തന്നെ നാലായിട്ട് നമ്മൾ എടുക്കാം. അതിൽ ആമാവസ്ഥ കൂടി നിൽക്കുന്ന അവസ്ഥ, രോഗത്തിൽ ആമാവസ്ഥ എന്ന് പറയും, ദഹിക്കാത്ത അവസ്ഥ നിൽക്കുന്ന അവസരത്തിൽ, അതായത് ജ്വരത്തിൻ്റെ മറ്റും ആദ്യ അവസ്ഥ, ജ്വരത്തിൽ ആഹാരം വളരെ കുറച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ആദ്യം കൊടുക്കേണ്ടത് മണ്ടമാണ്. മണ്ടം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി. അതിനുശേഷം കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാകുന്നു, അഗ്നിദീപ്തി ഉണ്ടായി എന്ന് കാണുമ്പോഴാണ് പേയം, അതായത് കഞ്ഞിവെള്ളം കൊടുക്കുന്നത്. കുറച്ചും കൂടി ആരോഗ്യമാകുമ്പോൾ, അതായത് ജഠരാഗ്നി കുറച്ചുകൂടി കിട്ടി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ കഞ്ഞി കൊടുക്കാൻ പോലും അനുശാസിക്കുന്നുള്ളൂ, കഞ്ഞി കൊടുക്കാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ അവിടെ ആമത്തെ വർദ്ധിപ്പിച്ചിട്ട് ജ്വരത്തിനെ വലുതാക്കും. അതുകൊണ്ട് ആഹാരത്തിൽ വളരെ ക്രമീകരിക്കേണ്ട ഒരു രോഗമാണ് ടൈഫോയിഡ് അല്ലെങ്കിൽ ജ്വരം എന്ന് പറയുന്നത്. അതിൽ പിന്നീട് ചോറ് നമ്മൾ നല്ല പൂർണ്ണ ആരോഗ്യം വന്നതിന് ശേഷമേ ചോറ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓരോ രോഗത്തെ എടുത്തു കഴിഞ്ഞാലും ഈ രോഗങ്ങൾക്കെല്ലാം തന്നെ ആമാവസ്ഥ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പഥ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ആയുർവേദ ചികിത്സ എനിക്ക് പറ്റില്ല, പഥ്യം പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ വളരെ പ്രയാസപ്പെടുന്ന പറയുന്നൊരു കാര്യങ്ങളൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. പക്ഷേങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പഥ്യം കൊണ്ട് തന്നെ ഒരു പകുതി രോഗം മാറ്റാൻ കഴിയും. നമ്മളുടെ ആഹാര വിഹാരാദികളെ കൊണ്ട് പകുതി രോഗം മാറ്റാൻ കഴിയും. അത് മനസ്സിലാക്കേണ്ടതാണ് ആവശ്യം. രോഗം വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആഹാര വിഹാരാദികൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ മനോനിയന്ത്രണം, നമുക്ക് ഇന്നത് ആഗ്രഹം, ഇപ്പോൾ ഒരു മീൻ വറുത്തത് കാണുന്നു, എനിക്ക് അതിൻ്റെ മണം കേട്ടാൽ തന്നെ കഴിക്കണമെന്ന് തോന്നുക, അവിടെ മനോനിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് മനസ്സിൻ്റെ നിയന്ത്രണം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ രോഗം ഉണ്ടായിക്കൊണ്ട്. കഴിഞ്ഞ വർഷത്തെ മിക്ക മാസങ്ങളിലും ഒരു നിയന്ത്രണവുമില്ലാതെ ഭക്ഷണം ഇഷ്ടാനുസരണം കഴിച്ചിരുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ കർക്കിടക മാസത്തിലെങ്കിലും ഭക്ഷണം കുറച്ച് നിയന്ത്രിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങളുടെ വയറിന് ഒരല്പം വിശ്രമം കിട്ടുന്ന തരത്തിൽ വരുന്ന ഒരു മാസത്തേക്ക് ഒരു നേരമെങ്കിലും ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുക. അത് കഞ്ഞിയായാൽ ഏറ്റവും നല്ലത്. മരുന്നുകൾ ചേർത്ത പലതരം കഞ്ഞികൾ തയ്യാറാക്കാൻ കഴിയും. കുടുംബത്തോടെ കഞ്ഞി കഴിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഇന്ന് ഭോജനശാലകളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ആധുനിക ഭക്ഷണമല്ല, പാരമ്പര്യ ഭക്ഷണമാണ് നല്ലതെന്ന തിരിച്ചറിവ് ഇന്നത്തെ തലമുറയ്ക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കർക്കിടക്കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളാൻ സഹായിക്കുന്നു. കർക്കിടക മാസം എന്നൊരു പ്രത്യേകത, ശരീരത്തിന് പല കാരണങ്ങൾ കൊണ്ടും ഇതിലെ ഔഷധ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
മറ്റ് സമയങ്ങളേക്കാൾ ഏറ്റവും നല്ല സമയമാണ് കർക്കിടക മാസം. ഇതിനുള്ള പ്രത്യേകത, ഇതിൽ ചേർക്കുന്ന ഹെർബൽ ജ്യൂസുകൾ, അത് പലതരം ഹെർബൽ ജ്യൂസുകളാണ് ഈ കഞ്ഞിയിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ചെറുവിള, കൂവളം, തവിതാമ, അതുപോലുള്ള 24 തരം ചേരുവകളാണുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെ ശരീരത്തിലെ സെല്ലുകളെ പുനർജീവിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് ഈ ഔഷധ മൂല്യങ്ങൾ അകത്ത് ചെല്ലുന്ന സമയത്ത് ശരീരത്തിനകത്തുള്ള ടോക്സിൻസ് പൂർണ്ണമായും പുറത്തേക്ക് പോകും. കർക്കിടക കഞ്ഞി കൂടാതെ പലതരം കഞ്ഞികളുണ്ട്. ജീരകക്കഞ്ഞി, ഉലുവക്കഞ്ഞി, സാധാരണ കഞ്ഞി. അപ്പോൾ ഈ കഞ്ഞികളൊക്കെ തന്നെ ശരീരത്തിന് ഗുണം ചെയ്യുന്നവയാണ്. ജീരകത്തിൻ്റെയോ ഉലുവയുടെയോ വെജിറ്റബിളിൻ്റെയോ ഇതൊന്നും പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആയുർവേദത്തിലും പ്രകൃതി ചികിത്സയിലൊക്കെ തന്നെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ചേരുവകളൊക്കെ തന്നെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. എല്ലാ രോഗങ്ങൾക്കും, വാതരോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ദേശമൂലം കഞ്ഞിയൊക്കെ വാതരോഗങ്ങൾക്ക് വളരെ അധികം പ്രയോജനം ചെയ്യും. കഞ്ഞി ദിവസേന ഒരു പ്രാവശ്യം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് മറ്റുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ ഉച്ചയ്ക്ക് സാമാന്യം നല്ല രീതിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ച് വരാൻ കുറച്ച് പ്രയാസമാകും. കൂടാതെ രാത്രി കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം നമുക്ക് എക്സർസൈസ് ഒന്നുമില്ലല്ലോ, ബോഡിക്ക് വലിയ എക്സർഷൻസ് ഒന്നും വരുന്നില്ല, പിന്നെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ രാത്രി കഞ്ഞിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ആഹാരമാണ്. അതുകൊണ്ട് കുറച്ച് കഞ്ഞി കഴിച്ചിട്ട് അതേ ഫുള്ള് വയറ് നിറയ്ക്കാതെ ഒരു 1/4 ഭാഗം വയറ് നിറച്ച് കഞ്ഞി കുടിച്ചുകൊണ്ട് കിടക്കാമെങ്കിൽ രാവിലത്തേക്ക് നല്ല സുഖമായിരിക്കും. അതല്ലെങ്കിൽ രാവിലെ വീണ്ടും രാവിലത്തെ ആഹാരം കഴിക്കാനും ഡൈജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രയാസമായിട്ട് വരും. രാവിലത്തെ ആഹാരം രാവിലെ കൃത്യമായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരത്തെ ആഹാരത്തിൽ രാത്രിയിൽ കഴിക്കുന്ന ആഹാരം കഞ്ഞിയാക്കുക. അത് കഴിയുന്നത്ര ഒരു 8 മണിക്ക് എങ്കിലും കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം.